ഹായ്, വെൽക്കം ടു CC Plus. ഞാൻ നീതു. അപ്പോൾ നമുക്കിന്ന് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. സിറ്റിസൺഷിപ്പ്. നാം എല്ലാവരും ഇന്ത്യയിലെ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ് അല്ലേ. ഇന്ത്യയിലെ പൗരനായ നാം ഇന്ന കർത്തവ്യങ്ങൾ ചെയ്യണം, ഇന്ന ഡ്യൂട്ടീസ് ചെയ്യണം, നമുക്ക് ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ പഠിച്ചു. അപ്പോൾ എന്താണ് സിറ്റിസൺഷിപ്പ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇനി ഇന്ത്യയിൽ ജനിക്കുന്നവർ മാത്രമാണോ ഇന്ത്യൻ സിറ്റിസൺ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 2 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2ാമത്തെ ഭാഗത്തിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 5 to 11, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ട് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. ഏത് പാർട്ടിൽ? പാർട്ട് 2. ഇനി എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? Citizenship is a status of a person recognized under any custom or law as being a legal member of a sovereign nation of belonging to a state. അതായത് ഒരു നിയമമനുസരിച്ച് ഒരു സോവറിൻ നേഷൻ, ഒരു പരമാധികാര രാജ്യത്തിലെ സിറ്റിസണായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വ്യക്തിയായിട്ട് ലീഗലി അംഗീകരിക്കപ്പെടുക, നിയമപരമായി അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ മേ അഡോപ്റ്റ് സിറ്റിസൺഷിപ്പ് ഓഫ് എ പെർട്ടിക്കുലർ നേഷൻ ഓർ മേ അഡോപ്റ്റ് സിറ്റിസൺഷിപ്പ് ഓഫ് മെനി സ്റ്റേറ്റ്സ് if that particular state's law give permission to acquiring citizenship of other nation. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കോൺസെപ്റ്റ്, അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് കോൺസെപ്റ്റാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് മാത്രമേ ഇന്ത്യ അനുവദിക്കുന്നുള്ളൂ. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്തെ പൗരനാകാൻ പാടില്ല. ഡബിൾ സിറ്റിസൺഷിപ്പ്, ഒരേ സമയം 2 രാജ്യത്തിൻ്റെ പൗരനാകാൻ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പും ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയെ കൂടാതെ മലേഷ്യ, ജപ്പാൻ, ചൈന, പോളണ്ട്, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളും എന്ത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ ഇനി സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പോലെ അതുമായി സിമിലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളുണ്ട്. അതായത് നാഷണാലിറ്റി, അതുപോലെ ഡൊമിസൈൽ, റെസിഡൻസി തുടങ്ങിയ കോൺസെപ്റ്റുകളുണ്ട്. നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ, അതായത് എ നാഷണൽ ഈസ് എ പേഴ്സൺ ഹൂ owes permanent allegiance to the state and enjoy diplomatic protection of that state. അതായത് ഒരു രാജ്യത്ത് സ്ഥിരമായി താമസിക്കുകയും ആ രാജ്യത്തിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും നേടുകയും ചെയ്യുക എന്നുള്ളതാണ് നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ. എന്നാൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാലോ, it is most complete legal relationship between a person and a country. As a citizen, a person have all political rights and cannot be deported. അതായത് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കലായിട്ടുള്ളതും ലീഗലായിട്ടുള്ളതും എല്ലാ റൈറ്റും കിട്ടും ആൾക്ക്. അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ് ഒന്നും എടുത്തു കളയാൻ ആർക്ക് അവകാശമില്ല, രാജ്യത്തിന് അവകാശമില്ല. ആ രാജ്യത്തുള്ള എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ്, അതായത് ഈവൻ വോട്ടിംഗ് റൈറ്റ് വോട്ടും ഒക്കെ കിട്ടുന്നതാണ് എന്ത്? സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡൊമിസൈൽ എന്ന് പറഞ്ഞാലോ, it is where someone lives with intent to stay. It refers to particularly to a nation, province, city. One may have many residents but have only one domicile. അതായത് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് ഒരു നേഷൻ്റെ പേരാകാം, ഒരു സിറ്റിയുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു പ്രൊവിൻസ് ആകാം, എന്തോ ആകാം. അതാണ് ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡൊമിസൈലിൽ നിന്ന് റെസിഡൻസിനെ വ്യത്യസ്തമാക്കുന്ന, റെസിഡൻസ് കുറേ ഉണ്ടാകാം, എന്നാൽ ഡൊമിസൈൽ എന്തേ ഉണ്ടാവുള്ളൂ? ഓൺലി വൺ. Then residency എന്ന് പറഞ്ഞാൽ it means that a foreign country allowed any person to live and work in that country, but person still considered foreigner and can deported. അതായത് ഒരു ഫോറിനർ. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, റെസിഡൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾ, അതായത് വിദേശത്ത് നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ വന്ന് താമസിക്കുന്നവരെയാണ് റെസിഡൻസി എന്ന് പറയുക. അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റ് ഒന്നും
പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് ഡിഫറൻസ്, ഈ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിറ്റിസൺഷിപ്പിലേക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 5 പറഞ്ഞിരിക്കുന്നു എങ്ങനെയുള്ള ആളായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ. who was born in India, either of whose parents was born in India, who has been ordinarily resident in India for not less than 5 years shall be the citizen of India. അതായത് എങ്ങനെയുള്ള ആളുകളായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, എയ്തർ ഓഫ് ഹൂസ് പാരൻസ് വാസ് ബോൺ ഇൻ ഇന്ത്യ, പാരൻസിൽ ആരെങ്കിലും അമ്മയോ അച്ഛനോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിലോ മോർ ദാൻ 5 ഇയേഴ്സ്, അതായത് നോട്ട് ലെസ് ദാൻ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 5 ഇയേഴ്സ് 5 വർഷമോ അതിൽ കൂടുതലോ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളും ആയിരിക്കണം ആര്, ഇന്ത്യൻ സിറ്റിസൺ എന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ഇനി ഇവിടെ എവ്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്, ആർട്ടിക്കിൾ 5 അനുസരിച്ച് ഇവിടെ എവ്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രിസണേഴ്സ് ആകാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സ് ആരുമാകാം. എവ്രി പേഴ്സൺ, ഇന്ത്യയിലുള്ള ഏത് പേഴ്സണും ഈ 3 ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ, ഈ 3 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്താകാം, ഇന്ത്യൻ സിറ്റിസൺ ആകാം എന്ന് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 6 പോവുകയാണെങ്കിൽ എ പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ from Pakistan became an Indian citizen if he or either of his parents or any of his grandparents was born in undivided India and also fulfilled any one of 2 conditions. അതായത് ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ എവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്നത്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം, താഴെ പറഞ്ഞിരിക്കുന്ന 2 ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്തിരിക്കണം. അതായത് ബിഫോർ 19 ജൂലൈ 1948, 1948 ജൂലൈ 19 മുമ്പാണെങ്കിൽ എങ്ങനെയായിരിക്കണം, ഹി ഹാഡ് ബീൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ സിൻസ് ദ ഡേറ്റ് ഓഫ് ഹിസ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ, ആ കുടിയേറി വന്നതിന് ശേഷം എന്തായിരിക്കണം, സാധാരണ താമസക്കാരനായിരിക്കണം. പിന്നെയോ ആഫ്റ്റർ 19 ജൂലൈ 1948 ആണെങ്കിലോ ഹി ഹാഡ് ബീൻ രജിസ്റ്റേർഡ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ but he had been resident in India for 6 months preceding the date of his application. അതായത് രജിസ്റ്റർ ചെയ്യാം, സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെയോ ആ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിങ് ആയി കഴിഞ്ഞാൽ, പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 months ഇവിടെ തന്നെ താമസിച്ചിരിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 9 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയപ്പോൾ ഓരോ ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്, എങ്ങനെയായിരിക്കണം സിറ്റിസൺഷിപ്പ്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 9 പറയുന്നത് ഇഫ് എനി പേഴ്സൺ വോളണ്ടറി അക്വയർഡ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എനി ഫോറിൻ കൺട്രി ഹി ഷാൽ നോട്ട് റിമൈൻ ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതാണ് പറഞ്ഞത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ, സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് നഷ്ടപ്പെടും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. ദെൻ ആർട്ടിക്കിൾ 10 പറയുന്നത് ദ പാർലമെൻറ്റ് ക്യാൻ ഡിസൈഡ് ഹു ഡീംഡ് ഓർ ഇറ്റ് ഈസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പോൾ പാർലമെൻറ്റിന് തീരുമാനിക്കാം എന്ത്, ആർട്ടിക്കിൾ 10 അനുസരിച്ച് ആർട്ടിക്കിൾ 10 പറയുന്നു പാർലമെൻറ്റിന് തീരുമാനിക്കാം ഒരു വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണോ അല്ലെങ്കിൽ ആ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയണോ എന്നുള്ള കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിന് തീരുമാനിക്കാം എന്നൊരു ക്രൈറ്റീരിയ പറയുന്നു. അത് പല സിറ്റുവേഷൻ്റെ ബേസിലായിരിക്കും അല്ലേ, രാജ്യത്തിന് മോശമായിട്ട് അല്ലെങ്കിൽ ഫ്രോഡ്ലാൻഡ് കാണിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അതിൽ അന്വേഷിക്കുകയും അതിൽ തീരുമാനം ആർക്കെടുക്കാം, പാർലമെൻറ്റിന് എടുക്കാം. ദെൻ ആർട്ടിക്കിൾ 11 പറയുന്നു Parliament is the only authority to make laws for acquisition of citizenship or termination of the citizenship. State government have no power to make laws regarding citizenship. അതാ വീണ്ടും പാർലമെൻറ്റിൻ്റെ ആ ഒരു പവറാണ് പറയുന്നത്. സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഡിസൈഡ് ചെയ്യാനുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പവറാണ് ആർട്ടിക്കിൾ 11 വീണ്ടും ഉറപ്പിച്ചു പറയാണ്. എന്താ പറഞ്ഞേ, ഒരാളുടെ സിറ്റിസൺഷിപ്പ് പൗരത്വം എടുത്തു കളയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ആർക്കില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും, ഇന്ത്യയിലെ 28 സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്തില്ല, ഒരു വ്യക്തിയുടെ പൗരത്വം എടുത്തു കളയാനോ നൽകാനോ ഉള്ള റൈറ്റ് ഇല്ല. ആ ഒരു പവർ ഉള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമാണ്. ദെൻ
ഇനി ഇന്ത്യ ഇപ്പോൾ മുൻപ് ഫോളോ ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ സിറ്റിസൺഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്ട്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ബേസിലാണ്. അതിനുശേഷം ഇത് അമെൻഡ് ചെയ്യപ്പെട്ടു. എന്താ അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ? അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1950 നമ്മൾ അംഗീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ആർട്ടിക്കിളിലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ 1950 സിറ്റുവേഷൻസ് അല്ല നമുക്കിപ്പോൾ ഉള്ളത്. കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നു അല്ലേ? ഗവൺമെൻറ്റിൻ്റെ രീതികളിൽ മാറ്റം വന്നു, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറ്റം വന്നു, ഇക്കണോമിക് കണ്ടീഷൻസ് മാറ്റം വന്നു, ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളും അതുപോലെ അതിനുവേണ്ട സൊല്യൂഷൻസും ഒക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏതിലും വരുത്തേണ്ടതുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിലും വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അന്ന് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് എന്തും കൂടി വെച്ചിട്ടുണ്ട്? അമെൻമെൻറ്റിനുള്ള പ്രൊവിഷനും കൂടെ വെച്ചിട്ടുണ്ട്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുത്താനുള്ള പ്രൊവിഷൻസ്. അപ്പോൾ ഈ ഒരു ആക്ട് 1955 ആ ഒരു കാലത്ത് വന്ന ആക്ട് കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്നുള്ളത് കൊണ്ട് അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1986 അമെൻഡ് ചെയ്തു, 92 അമെൻഡ് ചെയ്തു, 2003 അമെൻഡ് ചെയ്തു, 2005, 2019. ദ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ഈസ് 2019. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുകയും ചെയ്യാം, നഷ്ടപ്പെടുകയും ചെയ്യാം അല്ലേ? നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഇന്ത്യയിൽ ജനിക്കാത്തവർക്കും എന്താകാം? ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാം, ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആകാൻ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം അല്ലേ? ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആയത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ ജനിച്ചു, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇവിടെ ജനിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. സോ ബൈ ബർത്ത്, ജനനം കൊണ്ട് എന്താകുന്നു? ഇന്ത്യൻ സിറ്റിസൺ ആകുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ആകാം ജനനം കൊണ്ട്? ഒന്നുകിൽ ഞാൻ ഇവിടെ തന്നെ ജനിച്ചിരിക്കാം, എൻ്റെ അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇവിടെ ജനിച്ചിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ ഞാൻ ജനിച്ചത് വിദേശത്തൊരു രാജ്യത്താണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ പാരൻസിന് വിദേശത്ത് ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെയാണ് ജോലി. അപ്പോൾ ജോലി സംബന്ധമായി അവരവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ജനിക്കുന്നു. എന്നാലും ഞാൻ എന്താകും? ഇന്ത്യൻ സിറ്റിസൺ ആകും. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, അതുകൊണ്ട് ഞാൻ എന്തായി? ഇന്ത്യൻ സിറ്റിസൺ ആയി. ഇനി സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്, അതായത് ബന്ധുത്വം, റിലേഷൻഷിപ്പ് കൊണ്ട് ഞാൻ എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നു നോക്കാം. അതായത് ഓൺ ഓർ ബിഫോർ 26th January 1956 ടു ബിഫോർ 10th December 1992. അതായത് 1992 ഡിസംബർ 10, അതുപോലെ അതിനു മുമ്പ് 26 ജനുവരി 1956, ഈ രണ്ട് ഡേറ്റിനിടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ എന്താണ്? എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ക്യാൻ ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇഫ് ഹിസ് ഫാദർ വാസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ബർത്ത്. എങ്ങനെയായിരിക്കണം? ഞാൻ പുറത്താണ് ജനിച്ചത്. എപ്പോൾ? 1986 1992 ഇടയിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ 1990 ജനിച്ചതെന്ന് വിചാരിക്കുക. ഇന്ത്യയിലല്ല ജനിക്കുന്നത്, പുറത്ത്. നേരത്തെ പറഞ്ഞതുപോലെ പേരൻസ് പുറത്ത് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ മറ്റൊരു രാജ്യത്ത് ജനിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആകും. എങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മനസ്സിലായോ? ആ ക്രൈറ്റീരിയ ശ്രദ്ധിക്കണം. ഞാൻ എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ ആകും? എൻ്റെ ഫാദർ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രം ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആകും. ഞാൻ ഔട്ട്സൈഡിലാണ് ജനിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്രൈറ്റീരിയ, ഓൺ ഓർ ബിഫോർ 10th December 1992, 1992 ഡിസംബർ 10 ശേഷമാണ് ഞാൻ ജനിക്കുന്നതെങ്കിൽ എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ can be the citizen of India if either of his parents is a citizen of India at the time of his birth. അതായത് ഞാൻ ഇന്ത്യയിലല്ല ജനിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്താണ് ജനിക്കുന്നത്. ഏതിന് ശേഷം? 1992 ഡിസംബർ 10 ശേഷം. അപ്പോൾ ഞാൻ എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ ആകും? എയ്തർ ഓഫ് മൈ പാരൻറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതായത് എൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ എന്തായാൽ മതി, ഇന്ത്യൻ പൗരനായാൽ ഞാൻ എന്താകും? ഇന്ത്യൻ സിറ്റിസൺ ആകും. അപ്പോൾ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഫാദർ തന്നെ ആയിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ, എന്നാൽ മാത്രമേ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആവുള്ളൂ. എന്നാൽ രണ്ടാമത് പറഞ്ഞു 1992 ശേഷം അമ്മയോ അച്ഛനോ ഫാദറോ മദറോ ആരെങ്കിലും ഒരാൾ
ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഞാനും ഇന്ത്യൻ സിറ്റിസൺ ആകും. ദെൻ മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 ഡിസംബർ 2004, അതായത് 2004 ഡിസംബർ 3 മുതൽ മറ്റൊരു ക്രൈറ്റീരിയ വന്നു. എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ കനോട്ട് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ അൺലെസ്, അതായത് സിറ്റിസൺ ആകില്ല, ഞാൻ പുറത്താ ജനിക്കുന്നെങ്കിൽ ഞാൻ സിറ്റിസൺ ആകില്ല എന്തൊക്കെയില്ലെങ്കിൽ ഹിസ് ബർത്ത് ഈസ് രജിസ്റ്റേർഡ് അറ്റ് ദ ഇന്ത്യൻ കോൺസുലേറ്റ് വിത്തിൻ 1 ഇയർ ഓഫ് ബർത്ത്. അതായത് എനിക്ക് 1 വയസ്സാകുന്നതിനുള്ളിൽ എൻ്റെ ജനനം എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം? ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആകില്ല. ദെൻ അടുത്ത ക്രൈറ്റീരിയ അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് വിത്ത് അണ്ടർടേക്കിംഗ് ബൈ പാരൻസ് ദാറ്റ് ഹി ഡസിൻ ഹോൾഡ് പാസ്പോർട്ട് ഓഫ് അനദർ കൺട്രി. അപ്പോൾ ഞാൻ അവിടെ ജനിച്ചു, വേറൊരു രാജ്യത്ത് ജനിച്ചു, അപ്പോൾ ആ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഞാൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ പാസ്പോർട്ട് മാത്രം, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയുടെ പാസ്പോർട്ടേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ, ഞാൻ ജനിച്ച രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ജനിച്ച 1 വർഷത്തിനുള്ളിൽ, അതായത് 1 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം, ബർത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താകും? ഞാൻ പുറത്താണ് ജനിച്ചതെങ്കിലും മറ്റൊരു രാജ്യത്താണ് ജനിച്ചതെങ്കിലും ബൈ ഡിസെൻറ്റ്, ബന്ധുത്വം വഴി ഞാൻ എന്താകും? അതായത് എൻ്റെ അമ്മയോ അച്ഛനോ വഴി ഞാൻ എന്താകും? ഇന്ത്യൻ സിറ്റിസൺ ആകും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈ രജിസ്ട്രേഷൻ. ഞാൻ ഇന്ത്യയിലൊന്നും ജനിച്ചില്ല, പക്ഷേ എനിക്ക് ഇന്ത്യൻ പൗരനാകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് രജിസ്റ്റർ ചെയ്യാം, അപ്ലിക്കേഷൻ കൊടുക്കാം ഇന്ത്യൻ ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിന്. നമ്മൾ പറഞ്ഞു പാർലമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് തീരുമാനിക്കണമെങ്കിൽ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. എങ്ങനെ? എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 7 years ബിഫോർ മേക്കിംഗ് അപ്ലിക്കേഷൻ. ഞാൻ ഇന്ന് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരനാകാൻ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കണം. അതാണ് ഒരു ക്രൈറ്റീരിയ. മറ്റൊന്ന് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ എനി കൺട്രി ഓർ പ്ലേസ് ഔട്ട്സൈഡ് അൺഡിവൈഡഡ് ഇന്ത്യ, അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചിരിക്കണം. അതായത് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ബംഗ്ലാദേശും പാകിസ്ഥാനും, അതായത് നമ്മുടെ ഇന്നത്തെ കാണുന്ന ഇന്ത്യ ആ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു രാജ്യങ്ങൾ ചേർന്നൊരു ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ രാജ്യങ്ങളിലായാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജീവിച്ചാലും മതി. ഇനി എ പേഴ്സൺ ഹു ഈസ് മാരീഡ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 7 years, അതായത് എനിക്ക് ഇന്ത്യൻ പൗരനാകണം, ഞാൻ വിദേശിയാണ്, അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ഒരാളെ കല്യാണം കഴിച്ച് 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞാലും എനിക്ക് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരനാകാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ പൗരനായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ പറയാൻ പറ്റുമോ? നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ഭാര്യ, അല്ലേ? ബന്ധുത്വം വഴി ആ രജിസ്ട്രേഷനിലൂടെയാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരനായത്. യെസ്. അപ്പോൾ കല്യാണം കഴിച്ച് 7 വർഷം സ്ഥിരമായി ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയി താമസിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. ദെൻ മൈനർ ചിൽഡ്രൻ ഓഫ് പേഴ്സൺ ഹു ആർ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ പൗരന്മാരായവരുടെ മൈനർ ചിൽഡ്രനും എന്താകും? രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺ ആകും. എ പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഹൂസ് പാരൻസ് ആർ രജിസ്റ്റേർഡ് ആസ് ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആയവരും അവയവരുടെ മക്കളും എന്താകും? ഇന്ത്യൻ സിറ്റിസൺ ആകും. എ പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഹു ഹാസ് ബീൻ രജിസ്റ്റേർഡ് ആസ് ആൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ 5 years and who has been residing in India for 1 year before making application for registration. അതായത് 5 വർഷം തുടർച്ചയായി മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നു, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 1 year മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുക. ഇത്രയും കാര്യങ്ങളിലൂടെ എന്താകാം? രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരനാകാൻ പറ്റും. ഇനി നാച്ചുറലൈസേഷൻ, നാച്ചുറലി ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ പൗരനാവുകയാണ്. എന്തൊക്കെ ക്രൈറ്റീരിയ ആണെങ്കിൽ? ഹി ഈസ് നോട്ട് സിറ്റിസൺ ഓഫ് എനി കൺട്രി വെയർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആർ പ്രിവെൻറ്റഡ് ഫ്രം ബിക്കമിങ് സിറ്റിസൺസ് ഓഫ് ദാറ്റ് കൺട്രി ബൈ നാച്ചുറലൈസേഷൻ. അതായത് ഇന്ത്യയുടെ എനിമിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളിലെ സിറ്റിസൺ ആകാൻ പാടില്ല. Then he undertakes to renounce the citizenship of that country in the event of his application accepted. അതായത് അപ്ലിക്കേഷൻ നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്തിരിക്കണം? ഒഴിവാക്കിയിരിക്കണം, ക്യാൻസൽ ചെയ്തിരിക്കണം.
then he has either resides in India or in the service of government of India or partly both throughout the period of 12 months immediately preceding the date of application. അതായത് നാച്ചുറലൈസേഷൻ വഴി അപ്ലൈ ചെയ്തു, സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 12 മാസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സർവീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുകയോ ചെയ്തിരിക്കണം. ദെൻ നോട്ട് ലെസ് ദാൻ 11 years അഗ്രഗേറ്റ് റിസൈഡ്സ് ഇൻ ഇന്ത്യ ഓർ സർവീസ് ഇൻ ഇന്ത്യ ഓർ പാർട്ട്ലി ബോത്ത്. 11 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിലുണ്ടായിരിക്കണം. ഹീ ഈസ് എ ഗുഡ് ക്യാരക്ടർ, നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ അന്വേഷിക്കും, അപ്പോൾ ഇത് ഫ്രോഡാണോ, ഇനി വല്ല ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കും വന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം. ദെൻ ഹി ഹാസ് ആൻ അഡിക്വേറ്റ് നോളജ് ഓഫ് എ ലാംഗ്വേജ് സ്പെസിഫൈഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഭാഷകളിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ. ഈ 4 രീതിയിൽ എന്താകാം? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റും. ഇനി ലോസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യാം അല്ലേ? നേടുക മാത്രമല്ല, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യാം. എങ്ങനെയൊക്കെ? 3 രീതിയിൽ. ബൈ റിനൗൺസിയേഷൻ. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എനി ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ മേക്ക് ഡിക്ലറേഷൻ റിനൗൺസിങ് ഹിസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ട, എനിക്ക് മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി, ഞാൻ അമേരിക്കയിൽ കുറേ കാലം ജോലി ചെയ്തു, അപ്പോൾ അവിടെ എനിക്കിഷ്ടമായി, അപ്പോൾ അവിടുത്തെ സിറ്റിസൺ ആയാൽ മതി എനിക്ക്. അപ്പോൾ ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് പറയുകയാണ്, എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട, ഓക്കെ, ഞാൻ വേണ്ട എന്ന് വെക്കുന്നു, അങ്ങനെ ഒഴിവാക്കാം. ദെൻ ഇഫ് ഇന്ത്യ എൻഗേജസ് ഇൻ വോസ്, ദെൻ ഡിക്ലറേഷൻ ഷാൾ ബി വിത്ത്ഹെൽഡ് സെൻട്രൽ ഗവൺമെൻറ് വെൻ എ പേഴ്സൺ renounces his citizenship. Every minor children of that person loses Indian citizenship. അപ്പോൾ ഞാൻ സ്വമേധയാ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എനിക്ക് നഷ്ടപ്പെടാം. അതാണ് ബൈ റിനൗൺസിയേഷൻ. ദെൻ ബൈ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഇന്ത്യൻ സിറ്റിസൺ വോളണ്ടറിലി അക്വയർസ് ദ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ്സ്. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വോളണ്ടറി ആയിട്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എന്ത് നഷ്ടപ്പെടാം? ടെർമിനേറ്റ് ചെയ്യപ്പെടും. ദെൻ ബൈ ഡിപ്രൈവേഷൻ. അതായത് ഇഫ് സിറ്റിസൺഷിപ്പ് ഒബ്റ്റൈൻഡ് ബൈ ഫ്രോഡ്, ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിയിരിക്കുന്നതെങ്കിൽ അത് നഷ്ടപ്പെടാം. ദെൻ ഷോസ് ഡിസ്ലോയൽറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഭരണഘടനയ്ക്ക് മോശമായി, അതായത് ഭരണഘടനയോട് ഡിസ്ലോയൽറ്റി കാണിക്കുകയാണെങ്കിലും നഷ്ടപ്പെടാം. ദെൻ അൺലോഫുള്ളി ട്രേഡഡ് വിത്ത് എനിമി ഡ്യൂറിങ് വാർ. അതായത് നിയമപരമല്ലാതെ എന്തെങ്കിലും അല്ലെ എനിമിയുമായിട്ട് നമ്മുടെ വാർ പീരീഡിൽ എന്തെങ്കിലും കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എനിമി രാജ്യവുമായി എന്തെങ്കിലും കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും. ദെൻ വിതിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷൻ ഇംപ്രിസൺഡ് ഇൻ എനി കൺട്രി ഫോർ 2 years. അതായത് നാച്ചുറലൈസേഷൻ വഴിയോ രജിസ്ട്രേഷൻ വഴിയോ ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരാൾ എന്താണ് 2 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യാം? ഡിപ്രൈവ് ചെയ്യാം, സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. അപ്പോൾ 3 രീതിയിലാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത്. ഇതിൽ ഡിപ്രൈവേഷനാണ് എന്താണ്? നമ്മുടെ ഒരു തെറ്റുകൊണ്ട്, ഒരു ഫ്രോഡ് കാണിച്ചത് കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്, പാർലമെൻറ്റ് തന്നെ എടുത്തു കളയുന്നത്. മറ്റു രണ്ടും റിനൗൺസിയേഷനും ടെർമിനേഷനും നമ്മൾ സ്വമേധയാ മറ്റു രാജ്യത്തെ സിറ്റിസൺ ആവുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ വോളണ്ടറി ആയിട്ട് വേണ്ട വയ്ക്കുന്നതാണ് എന്ത്? സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നു, 4 രീതിയിൽ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് ഏത് ആക്ടിൻ്റെ ബേസിലാണ്? 1955 ആക്ട് അമെൻഡ് ചെയ്ത് 2019 അമെൻമെൻറ്റ് ആക്ടിൻ്റെ ബേസിലാണ് ഇപ്പോൾ സിറ്റിസൺഷിപ്പിലെ ഓരോ കാര്യവും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് പോലെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ അങ്ങനെ എല്ലാ ടോപ്പിക്സിലെയും എല്ലാ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ലൈവ് ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് അംബീഷനുള്ളവർക്കും അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പ് എക്സാമിലൊക്കെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല രീതിയിൽ GK ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ലൈവായിട്ട് നമ്മൾ ഇൻട്രാക്ട്
ഇൻട്രാക്റ്റീവ് സെഷനിലൂടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ കൂടുതൽ ഈസിയായി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് കൂട്ടുകാർക്കും ജോയിൻ ചെയ്യാം. അപ്പം 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക്